ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചീദോശ ഇട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ നീച്ചൊക്കെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് അരിയൊക്കെ ഞാൻ അരച്ചെടുത്ത് ചട്ടി നല്ല ആവി പറക്കുന്നുണ്ട്, നല്ലോണം ചൂടായി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടിട്ടെടുക്കണം കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കറി എന്തെങ്കിലും വേണം മോനിക്ക് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതാക്കണം. ഇതിൻ്റെ നടുക്ക് ചെറിയൊരു ഇത് വന്നിട്ട് കേട്ടോ, കരിച്ചിൽ. നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അങ്ങനെ വന്നത്. അവിടെ ചട്ടിൻ്റെ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമല്ല ചട്ടിന് എടുക്കാനും കുറച്ച് വൈകി. അപ്പോൾ ഇതിലേക്കുള്ള ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം, കുറച്ച് ഉപ്പ്, ബീട്രൂട്ടിൻ്റെ ചെറിയ 2 കഷ്ണം, ഇഞ്ചിൻ്റെ ചെറിയ 2 കഷ്ണം, പിന്നെ ചെറിയ ഉള്ളി, പുളി, പിന്നെ 2 പച്ചമുളക്, അതൊക്കെ എടുത്തത് നമുക്ക് അരച്ച് വരാം. ഇപ്പം നമ്മൾ മിക്സിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ കുറച്ചിങ്ങനെ ചിരണ്ടിയപ്പോൾ ഇങ്ങനെ കട്ടായി വന്നതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പുളി, ഉള്ളി, മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്ടിനി. ഇത് ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മളിത് അരച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചിലവർ ഇത് ഒരു പാത്രത്തിൽ കൊഴിച്ചിട്ട് അതിക്ക് ഇപ്പോൾ കടുകും ഇതൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇടും. ഞാൻ അങ്ങനെ അല്ല കേട്ടോ ഉണ്ടാക്കണത്. സദാ ചട്ടിനി ഉണ്ടാക്കണ പോലെയാണ് എനിക്ക് അങ്ങനെ ഇഷ്ടം. ഇപ്പം നമ്മളൊരു പുതിയ ചട്ടി വെച്ചെടുത്തിക്കണ്. എനിക്ക് വെളിച്ചെണ്ണ വെച്ചിക്കണ്. ഇപ്പം നമ്മളെ പുതിയ ചട്ടിയിട്ട് പുതിയ വെളിച്ചെണ്ണ നല്ല ചൂടായിക്കണ്. അപ്പോൾ അതിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ അരച്ച് വെച്ച നമ്മളെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊണ്ട് അരച്ചതുകൊണ്ട് ഇതിന് ഉപ്പിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ചട്ടിക്ക് ഒഴിക്കാതെ ഉണ്ടാക്കാം. അഥവാ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ശരിക്കും ഒന്നും ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അപ്പം ചുടുന്നുകൊണ്ടൊക്കെ പാടെ ഇരുന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ ഒരു അടിപൊളി വീഡിയോകളായിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.